വീട്ടിൽ കുക്കർ ഉണ്ടോ എങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുന്തിരി വൈൻ ഉണ്ടാക്കാം വെറും 3 ദിവസം കൊണ്ട്. അത് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ തയ്യാറാക്കാം. വെറും 75 രൂപയ്ക്കാണ് നമ്മൾ ഈ 1.25 ലിറ്റർ വരുന്ന മുന്തിരി വൈൻ ഉണ്ടാക്കുന്നത്. മുന്തിരി വീഞ്ഞെന്നൊക്കെ പറയില്ലേ, ക്രിസ്മസ് ആകുമല്ലേ. അപ്പോൾ വെറും 3 ദിവസം കൊണ്ട് നമുക്കൊരു വൈൻ ഉണ്ടാക്കാൻ പറ്റിയാൽ നല്ലതല്ലേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വൈൻ തന്നെയാണ്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കാനായിട്ട് 1/2 കിലോ കറുത്ത മുന്തിരിയാണ് കേട്ടോ എടുക്കുന്നത്. കറുത്ത മുന്തിരി വെച്ചാൽ ഒരുപാട് കളറില്ല അതിന്. നല്ല കളറുള്ള മുന്തിരിയാണെങ്കിൽ നല്ല ഡാർക്ക് കളർ കിട്ടും വൈനിന്. അപ്പോൾ കഴിയുന്നതും ഡാർക്ക് കളർ നോക്കി വാങ്ങിക്കാം. ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇളം ചൂടുള്ള ഉപ്പുവെള്ളത്തിലിട്ട് കുറച്ച് സമയം വെച്ചതിന് ശേഷം കഴുകിയെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇല്ലെങ്കിൽ അതിൽ അങ്ങനെ തന്നെ കഴുകി നന്നായിട്ട് പൈപ്പിൻ്റെ ചുവട്ടിൽ പിടിച്ച് നല്ല വെള്ളം ഫോഴ്സിൽ ഒഴിച്ച് കഴുകി എടുക്കാം. അപ്പോൾ അത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തണ്ട് കളയാം കേട്ടോ. ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം മാത്രമേ തണ്ട് കളയാവുള്ളൂ. കാരണം ആദ്യം തണ്ട് കളഞ്ഞിട്ടാണ് കഴുകുന്നതെങ്കിൽ ആ തണ്ടോട് കൂടി ഇരിക്കുന്ന പോർഷനിലാണ് പെസ്റ്റിസൈഡിൻ്റെ അംശമൊക്കെ കൂടുതലുണ്ടാവുക, പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എല്ലാം ഗ്രേപ്സിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. ഇതിപ്പം കുരു ഉള്ള മുന്തിരിയാണ് കേട്ടോ. കുരു ഇല്ലാത്ത മുന്തിരി വേണമെങ്കിലും എടുക്കാം, പച്ച മുന്തിരി വേണമെങ്കിലും എടുക്കാം, ഏതായാലും കുഴപ്പമില്ല. തണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. പച്ചവെള്ളമാണ് ഒഴിക്കുന്നത്. 3 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. 3 കപ്പ് എന്ന് പറയുമ്പോൾ 3/4 ലിറ്റർ വെള്ളമാണ്. 1/2 കിലോ മുന്തിരിക്ക് 3/4 ലിറ്റർ വെള്ളം. നമ്മളിതിലേക്ക് ചേർക്കുന്ന പഞ്ചസാരയാണ്. ഒരു 1.25 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 400 ഗ്രാം ഉണ്ടാവും. ഇപ്പോൾ പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ചില ആൾക്കാർക്ക് വൈനിന് അധികം മധുരം ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 300 ഗ്രാമോ അല്ലെങ്കിൽ 250 ഗ്രാമോ ഒക്കെ ഇട്ടിരുന്നാൽ മതി. പക്ഷെ അതൊന്നും അധികം മധുരം ഉണ്ടാവില്ല കേട്ടോ. ഇതെന്ന് പറയുന്നത് പാകത്തിനുള്ള ഒരു മധുരമാണ്. അധികവും ഇല്ല കുറവുമില്ല. ഇനി നമ്മളിതിൽ ചേർക്കുന്നത് 3 ഏലക്കയാണ്. കഴുകിയിട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ ഒരു 4 ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട്. ഒരു കഷ്ണം പട്ട. ഇത്രയും മതി, അധികം വേണ്ട. മസാലയൊക്കെ അധികമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് വൈൻ കുടിക്കുന്ന സമയത്ത് ആ മസാലയുടെ കുത്തലായിരിക്കും മുന്നിലുണ്ടാവുക. ആ വൈനിൻ്റെ ആ ഒരു തനതായിട്ടുള്ള ആ ഒരു രുചി നമുക്ക് കിട്ടില്ല. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പഞ്ചസാര ഒന്ന് അലിയിച്ചെടുക്കാം. ഒരുപാടങ്ങ് അലിയിക്കണമെന്നൊന്നുമില്ല. പഞ്ചസാരയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് അലിഞ്ഞിട്ടുണ്ട്. അത് മതി. കുക്കർ അടച്ചു വെച്ച് കൊടുക്കാം. വെയിറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒറ്റ വിസിലിന് ഓഫാക്കി കൊടുക്കാം. അപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം മുന്തിരിയൊക്കെ ഇങ്ങനെ എൻ്റെ പൾപ്പൊക്കെ മുകളിലേക്ക് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് തണുത്ത് വരണം. റൂം ടെമ്പറേച്ചർ ആയിട്ട് വരണം. ഇതിങ്ങനെ തന്നെ വെക്കാം. വേണമെങ്കിൽ ഫാനിൻ്റെ ചുവട്ടിൽ വെക്കാം. വെള്ളത്തിലൊക്കെ ഇറക്കി വെക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇതിനകത്തോട്ട് പച്ചവെള്ളം ഇനി വീഴാൻ പാടില്ല. ഇപ്പോൾ രാത്രിയൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അടച്ചങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. രാവിലെ ആകുമ്പോഴത്തേക്കും ചൂടൊക്കെ മാറി നല്ല തണുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ എടുത്ത് നമുക്ക് ബാക്കി പ്രോസസ്സ് ചെയ്യാം. ഇപ്പം ഞാൻ രാവിലെയാണ് ഉണ്ടാക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമുക്ക് വന്ന് നോക്കാം. അപ്പം നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കാം. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക അത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ഉടഞ്ഞോളൂ. നന്നായിട്ട് അങ്ങ് അടിച്ച് ഉടയ്ക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഉടച്ചാൽ മതി. നമ്മളിതിലേക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എടുക്കുന്ന ഈസ്റ്റ് അപ്പത്തിനൊക്കെ ഇടുന്ന ഈസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ല ഈസ്റ്റാണ്. കുറേ ആയി ഞാൻ ഇത് വാങ്ങിച്ച് വെച്ചിട്ട്. പിന്നെ ഈസ്റ്റ് നല്ലതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇതുപോലെ ഡയറക്റ്റ് ഇടാവുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് കുക്കറങ്ങ് അടച്ചു വെച്ച് അങ്ങനെ തന്നെ വെച്ചേക്കാം. കുക്കർ അങ്ങനെ തന്നെ വെക്കാം. ഇനിയിപ്പോൾ കുക്കർ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ചോറ് വെക്കാനോ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കോ ചെരുവത്തിലേക്കോ മാറ്റാം, അല്ലെങ്കിൽ കുപ്പിയിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ ഭരണിയിലേക്ക് മാറ്റാം. അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും ഇല്ല. നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ഗ്യാസ് അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടാക്കിയിട്ട് നന്നായിട്ടൊന്ന് തുടച്ച് എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ വേണം എടുക്കാൻ. ഇത് കുക്കറിൽ തന്നെ അങ്ങനെ വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അങ്ങനെ തന്നെ വെച്ചിരുന്നാൽ മതി. ഇനി അലൂമിനിയം കുക്കറാണ് എടുക്കുന്നതെങ്കിൽ വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്കോ അല്ലെങ്കിൽ ഭരണിയിലേക്കോ മാറ്റുന്നതാണ് നല്ലത്. പിന്നെ ഇത് വെക്കുമ്പോൾ ഞാൻ ഒരു പ്ലേറ്റിലേക്കാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് ആ പ്ലേറ്റിൽ കുറച്ച് വെള്ളം ഒഴിക്കും. എന്തിനാന്ന് വെച്ചാൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഉറുമ്പല്ലേ, ഇവിടെ മുഴുവൻ ഉറുമ്പാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഉറുമ്പ് കയറാതിരിക്കാൻ അങ്ങനെ ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പം നെക്സ്റ്റ് ഡേ ആണ്, 1ാമത്തെ ദിവസമാണ്. അപ്പം നല്ലപോലെ ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ തവി കൊണ്ട് ഇളക്കി കൊടുക്കാം. മരത്തിൻ്റെ തവിയാണ് കേട്ടോ നല്ലത്. ഇപ്പം ഇതുപോലത്തെ തവി ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്പാച്ചുല ഇല്ലേ, നോൺ സ്റ്റിക്കിന് ഉപയോഗിക്കുന്ന സ്പാച്ചുല, അത് വെച്ചിട്ട് ഇളക്കിയാൽ മതി. ഇളക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പതഞ്ഞിങ്ങനെ വരും. നല്ല ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ വരുള്ളേ. പിന്നെ വേറൊരു കാര്യം, ഈ തവി നന്നായിട്ട് കഴുകി ഉണക്കി സെപ്പറേറ്റ് മാറ്റി വെക്കണം. കറി ഒന്ന് ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്ത് കൊണ്ടുപോയി കഴുകി തുടച്ചിട്ടൊന്നും കൊണ്ടുവരരുത്. പക്ഷെ അങ്ങനെ തുടച്ചാലും വെള്ളം പോവില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് കഴുകി വേറെ തന്നെ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുക. എന്നിട്ട് അതെടുത്ത് ഇളക്കിയാൽ മതി.
ഇതിനു മുമ്പും ഞാൻ പല വൈനുകളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലുണ്ടാക്കിയിട്ട് ഒരുപാട് പേർക്ക് നല്ലതുണ്ട്, ചില ആൾക്കാർക്ക് പുളിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ പുളിച്ചു പോകട്ടെ. അപ്പോൾ നമ്മൾ ഉണങ്ങിയ തവി എന്നൊക്കെ പറയുമ്പോൾ കഴുകി വെച്ച് തുടച്ചെടുക്കും, പക്ഷേ മരത്തിൻ്റെ തവിയല്ലേ, അപ്പോൾ അതിലെന്തായാലും വെള്ളത്തിൻ്റെ ഒരു അംശം പറ്റിയിരിക്കും. അപ്പോൾ അത് കേടായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അടച്ചു വെക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ ഇളക്കിയ തവി നന്നായിട്ട് കഴുകി ഡ്രൈ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചേക്കാം. ഇതിപ്പം രണ്ടാമത്തെ ദിവസമാണ്. രണ്ടാമത്തെ ദിവസം നമ്മളിത് തുറക്കുമ്പോഴത്തേക്കും നല്ല വൈനിൻ്റെ മണം വരും കേട്ടോ. ഇപ്പോൾ ഒന്നുകൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഉണങ്ങിയ തവിയിട്ട് ഇളക്കണം. ഇളക്കിയിട്ടുണ്ട്, അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് നാളെ എടുക്കാം. നാളെ ഇതേ സമയം വരാം. ഇതിപ്പം 2 ദിവസം കഴിഞ്ഞു. ഇത് 3-ാമത്തെ ദിവസമാണ്. ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. തുറക്കേണ്ട ആവശ്യമില്ല, അതിന് മുന്നേ തന്നെ നമുക്ക് വൈനിൻ്റെ മണമാണ് റൂമിലുള്ളത്. നല്ല പതഞ്ഞിട്ട് തന്നെയാണുള്ളത്. നല്ല മണമാണ് കേട്ടോ വൈനിൻ്റെ, ഒരു രക്ഷയില്ല. നമുക്കിതങ്ങോട്ട് എടുത്തങ്ങോട്ട് കുടിക്കാൻ തോന്നും, അത്രയ്ക്കും നല്ല മണമാണ്. അപ്പം അരിച്ചെടുക്കാനായിട്ട് എടുക്കുന്ന പാത്രം ഞാനിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഒന്ന് ചൂടാക്കി, എന്നിട്ട് കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്ക് അത് ചൂടൊക്കെ മാറി തണുപ്പായി, റൂം ടെമ്പറേച്ചറായി. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ വൈനൊക്കെ ഒഴിക്കാനായിട്ടുള്ള പാത്രങ്ങളൊക്കെ എടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാം. അതുപോലെ ഈ അരിപ്പയൊക്കെ കഴുകി വെക്കുമ്പോൾ നമ്മുടെ ചെറിയ വെള്ളത്തുള്ളി ഉണ്ടാവും ഇതിൻ്റെ ഉള്ളിലൊക്കെ, അതൊന്നും ഉണ്ടാവാൻ പാടില്ല. ഇത് അരിപ്പയൊക്കെ എടുത്ത് കഴുകി വേറെ തന്നെ മാറ്റി വെച്ചേക്കുക. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പ എടുത്തിട്ടുണ്ട്, ഇതിലേക്ക് ഡയറക്റ്റ് അങ്ങ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിക്കുമ്പോൾ മുന്തിരിയുടെ ചണ്ടിയൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പ്രസ് ചെയ്ത് അമർത്തി അങ്ങ് നമുക്ക് മുഴുവൻ അങ്ങ് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ചാൽ അങ്ങനെ ചെയ്യരുത്. അപ്പോൾ നമുക്ക് മട്ട് കൂടുതൽ വരും, പിന്നെ അത് മട്ട അടിയാൻ സമയം കൂടുതലെടുക്കും. ഇതിങ്ങനെ തന്നെ വെച്ചിരിക്കാം. ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് ഞാൻ ഈ കുക്കറിലോട്ട് ഈ അരിപ്പ അങ്ങ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് കുറേശ്ശെ തന്നെ ഡ്രോപ്പായിട്ട് അങ്ങ് വീഴും. ആ വീഴുന്ന സമയത്തെടുത്ത് അരിപ്പയിലേക്ക് ഒഴിക്കുക. 1-2-3 പ്രാവശ്യം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മാക്സിമം ആ വൈനൊക്കെ വന്നിട്ടുണ്ടാവും. ബാക്കി നമുക്ക് കളയാം. മണം കൊണ്ടൊരു രക്ഷയില്ല. ഇതിപ്പോൾ ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണെന്നൊന്നും പറയുക പോലുമില്ല, ഇത്രയും നല്ല മണമാണുള്ളത്. ഇനി ഇതിപ്പം നമുക്കൊന്ന് തുണി വെച്ച് അരിച്ചെടുക്കാം. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഞാനൊന്ന് തുണി വെച്ച് അരിക്കുവാണെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വൈൻ കിട്ടും കുറച്ച് ദിവസം ഇരിക്കുമ്പോഴത്തേക്കും. ഇത് പക്ഷേ ഇപ്പം തന്നെ നമുക്ക് കുടിച്ച് തുടങ്ങാം കേട്ടോ. ഇപ്പം തന്നെ ഇന്ന് തന്നെ കുടിക്കാം, ഒരു കുഴപ്പമില്ല. വൈനിൻ്റെ അതേ നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ അത് ക്ലിയർ ആവാൻ വെക്കുക എന്ന് പറയില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ വെക്കുമ്പോൾ കുറച്ച് നന്നായിട്ടൊന്ന് തുണി കൊണ്ട് അരിച്ചിട്ട് എടുക്കുകയായിരിക്കും നല്ലത്. ഞാൻ വേറെ പാത്രങ്ങളൊന്നും എടുത്തിട്ടില്ല. ഈ കുക്കറിനകത്ത് ബാക്കിയൊക്കെ അങ്ങ് മാറ്റി വെച്ച് ഒരു ടവൽ വെച്ച് ഉണങ്ങിയ തുണി വെച്ച് ഒന്ന് തുടച്ചു, അതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അരിപ്പ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അരിപ്പയിലേക്ക് വെള്ളത്തുണി, നല്ല വൃത്തിയുള്ളൊരു വെള്ളത്തുണി വെച്ചു, അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വേണമെങ്കിൽ ചെയ്യാം, ചെയ്യണമെന്നില്ലെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ചെറുതായിട്ട് മാത്രമേ ഉള്ളൂ ഒരു തരിതരാന്നുള്ള ആ ഒരു മട്ട്. ഇനിയൊന്നുമില്ല, ഇത് നമുക്കിപ്പോൾ തന്നെ കുടിച്ചു തുടങ്ങാം, ഇല്ലെങ്കിൽ നമുക്ക് കുപ്പിയിലൊഴിച്ച് സൂക്ഷിക്കാം. ഞാനിപ്പോൾ കുപ്പി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വൈനിട്ട് വെച്ച കുപ്പി, ഇതിനകത്ത് വൈൻ ഉണ്ടായിരുന്നു, ഞാനത് വേറൊരു കുപ്പിയിലേക്ക് മാറ്റി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് നല്ലൊരു വൃത്തിയുള്ള തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗം ചെറിയ രീതിയിൽ മട്ടുണ്ടായിരുന്നു. കഴുകി തുടക്കുകയൊന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് എടുക്കുകയാണെങ്കിൽ കഴുകി തുടച്ച് വെയിലത്ത് വെച്ച് ഉണക്കി നന്നായിട്ട് ഉണക്കിയിട്ട് മാത്രമേ വെക്കാവുള്ളൂ. മുന്തിരിക്ക് അത്ര അങ്ങോട്ട് ഡാർക്ക് കളറൊന്നും അല്ല, എന്നിട്ട് പോലും നല്ല കളറുണ്ട്. അപ്പോൾ ഒന്ന് ബ്ലാക്ക് കളർ, നല്ല കളറുള്ള മുന്തിരിയാണെങ്കിൽ കളറൊന്ന് ആലോചിച്ച് നോക്കൂ. പൈനാപ്പിൾ വൈനിൻ്റെ ഒക്കെ റെസിപ്പി ഓൾറെഡി ചിക്കൂസ് ഡൈനിലുണ്ട് കേട്ടോ. ചിക്കൂസ് ഡൈൻ പൈനാപ്പിൾ വൈൻ നോക്കുക, ചിക്കൂസ് ഡൈൻ ഗ്രേപ്പ് വൈൻ സെർച്ച് ചെയ്യാം, ചിക്കൂസ് ഡൈൻ പാഷൻ ഫ്രൂട്ട് വൈൻ സെർച്ച് ചെയ്യാം. അപ്പോൾ അതൊക്കെ കിട്ടും. അതെല്ലാം പക്ഷേ 21 ദിവസം വെക്കുന്ന വൈനിൻ്റെ റെസിപ്പിയാണ്. പിന്നെ വൈൻ ഒഴിക്കുമ്പോൾ കുപ്പിയുടെ 1/4 ഭാഗത്തോളം ഒഴിക്കാവുള്ളൂ, കാരണം അതിന് ആ ഒരു എയർ വേണം അതിൻ്റെ മുകളിൽ. ഇപ്പോൾ 1 ലിറ്ററുള്ള കുപ്പിയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി ഇത്രയുണ്ട്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 1.25 ലിറ്റർ ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ വൈൻ ഒഴിക്കുന്ന സമയത്ത് കുപ്പിയിൽ ഒഴിച്ചു വെക്കാൻ ശ്രദ്ധിക്കണം. വൈൻ ഇട്ട് വെക്കുന്നതും ഒക്കെ പണ്ടൊക്കെ കുപ്പിയിലും ഭരണിയിലും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇതിപ്പം ഇൻസ്റ്റൻറ്റ് വൈനല്ലേ, അധികം ദിവസമൊന്നും വെക്കുന്നില്ല, 2-3 ദിവസം കൊണ്ട് എടുത്തു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റീലിൻ്റെ പാത്രത്തിലായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ പറയും നല്ല ഡാർക്ക് കളറുള്ള കുപ്പിയിൽ വേണം വൈൻ ഒഴിച്ചു വെക്കാനോ, കുറേ കാലത്തേക്കൊക്കെ വെക്കാനാണെന്നുണ്ടെങ്കിൽ. ഇപ്പം തീരും, ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും തീരും. ഇതാ നമ്മുടെ മുന്തിരി വൈൻ റെഡി ആയിട്ടുണ്ട്. നല്ല മണം കേട്ടോ, ഒരു രക്ഷയില്ല. വീട് മുഴുവനും മണമാണ്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അടിപൊളിയാണ് കേട്ടോ. നമ്മളിത് 3 ദിവസം കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് പറയേയില്ല. ശരിക്കും നമ്മളിപ്പം 21 ദിവസമൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന വൈൻ ഓൾറെഡി നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ്.
ഒട്ടും പിന്നിലല്ല ആ ഒരു വൈനിനെ കഴിഞ്ഞും. അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. പക്ഷേ ഒരിക്കലും ആ ഒരു വൈനും അതിൻ്റെ ആ ഒരു സ്ട്രോങ്നെസ് ഇതുമായിട്ട് കമ്പയർ ചെയ്യരുത്. കാരണം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ദിവസം ഇരുന്ന് ഇട്ടൊക്കെ വരുമ്പോഴത്തേക്കും അതിന് നല്ലൊരു കുത്തലൊക്കെ. അത് പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എനിക്ക് വയറിനൊക്കെ പ്രശ്നമുള്ളവരുണ്ടാവുമല്ലോ, ആസിഡിറ്റി ഉള്ളവർ. ഇപ്പം എനിക്കാണെങ്കിൽ അധികം എരിവ്, അധികം പുളി അങ്ങനത്തെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള എന്നെപ്പോലുള്ളവർക്ക് ആ ഒരു വൈൻ കഴിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വയറിന് കംപ്ലൈൻറ്റ്, ഭയങ്കര പ്രശ്നമായിരിക്കും. പക്ഷേ ഇത് അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല. എന്നാലും കേട്ടോ പോകുന്ന വഴിയൊക്കെ അറിയുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല മധുരമുണ്ട്, അടിപൊളി വൈനാണ് കേട്ടോ. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. വെറും 3 ദിവസം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി. ഇതിപ്പോൾ ഉണ്ടാക്കി വെച്ച് വെക്കുന്തോറും അതിൻ്റെ വീര്യം കൂടി വരും. കുറേ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സാധാരണ 21 ദിവസമൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന വൈനിൻ്റെ അതേ ആ ഒരു പവർ കിട്ടും. ചിക്കുവാണ് ക്യാമറയ്ക്ക് പിന്നിൽ. ചിക്കു ഒന്ന് കുടിച്ചു നോക്ക്. ആ കുടി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും വിശ്വസിക്കില്ല 3 ദിവസം കൊണ്ട് ഉണ്ടാക്കിയത്. സൂപ്പർ. മസ്റ്റ് ട്രൈ. എല്ലാവരും ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മൾ 1 മില്യനോട് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.